അപ്പോൾ ഹിന്ദു മതവിശ്വാസികൾക്ക് സ്നാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാക്കില്ല. ഞാൻ മനസ്സിലാക്കി തരാം. എന്റെ അമ്മാവിന്റെ ഒരു കർമ്മിയായിരുന്നു, ഒരു പൂജാരിയായിരുന്നു. എന്റെ അമ്മ മരിച്ച് ഈ കഷ്ടത്തിൽ ജീവിച്ചായിട്ട് അമ്മ ഒരു ദിവസം ഒരു സന്തോഷവും ഇല്ലാതെ മരിച്ചു. ആ ഒരു സുവിശേഷകരും ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആരും പറഞ്ഞു തന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ എന്റെ അമ്മ മരിച്ചപ്പോൾ ഞാൻ ഇന്ന് പിണ്ടാടിയെന്നും ചെയ്തു. എന്റെ അമ്മാവും പറഞ്ഞ പ്രകാരം എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്തു. ഇല്ലാത്ത പണം കടം മേടിച്ചെന്ന മനോഹരമായിട്ട് ചെയ്ത് ഞാൻ അമ്മയെ സ്നേഹിച്ചിരുന്നു. അമ്മ സ്വർഗത്തിൽ പോകണമെന്ന് ഞാൻ കൊതിച്ച് പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ അവസാനം എന്റെ അമ്മ പിണ്ടാടിയെന്ന് പറഞ്ഞ് പിണ്ടമായിട്ട് ഉരുട്ടി അമ്മയുടെ പാപമാണെന്ന് പറഞ്ഞ് ഓരോ പാപവും പറഞ്ഞ് ഉരുളിയിൽ വെച്ചിട്ട് എന്നെ പമ്പയാറ്റിൽ കൊണ്ടിട്ട് ആ പമ്പയാറ്റിലെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എന്നോട് പറഞ്ഞു, നീ വെള്ളത്തിൽ സ്നാനം വെക്കാൻ പറഞ്ഞു. ഞാൻ സ്നാനം വെച്ചു. എന്നാൽ പ്രിയപ്പെട്ട എനിക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടെ എന്താണ് ചെയ്തതെന്ന്. എന്നാൽ ഞാൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഈ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തോട് ചേർന്നുള്ള എന്റെ അമ്മാവിന്റെ വീട്ടിൽ സുവിശേഷം പറയാൻ പോയി. അമ്മാവരുടെ സുവിശേഷം പറഞ്ഞു. മരിച്ചതിന് ശേഷം ഒരു വീണ്ടെടുപ്പുണ്ട്, മരിച്ചതിന് ശേഷം ഒരു ന്യായവിധി എടുത്തു വന്നപ്പം ഈ പൂജാരി ആയിരിക്കാൻ എന്റെ അമ്മ പറയടാ മരിച്ചതിന് ശേഷം ഒന്നുമില്ലടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതന്നെ അങ്ങനെ? എടാ മരിച്ചതിന് ശേഷം മനുഷ്യന്റെ ആത്മാവ് പഞ്ചവായുവായിട്ട് പഞ്ചഭൂതമായിട്ട് ഇതിനകത്തേക്ക് ലയിച്ചു പോകുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മാവൻ കള്ളനല്ലേ? ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇല്ലാത്ത പണം മുടക്കി എന്നെ കൊണ്ട് ഈ അടിയന്തരം ചെയ്യിപ്പിച്ചു? എന്നാൽ അമ്മാവിന് ഉത്തരമില്ല. എന്റെ ഉത്തരം ബൈബിളിലുണ്ട് പ്രിയപ്പെട്ട. എന്താണ് ബൈബിൾ ഉത്തരം എന്നറിയാമോ? അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിനാ? എന്റെ അമ്മ മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് വേണ്ടി സ്നാനമേറ്റവർ എന്ത് ചെയ്യും? ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ മരിച്ചവർ ഉയർത്തുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേറ്റവർ എന്ത് ചെയ്യും? എന്റെ അമ്മ ലോകാവസാന ദിവസം ഉയർത്തെഴുന്നേക്കുന്ന ഇതിന്റെ അർത്ഥം പ്രിയപ്പെട്ടെ. ആകിയാൽ ബലിയിടുന്നവരെല്ലാവരോടും പറയുന്നു, നിങ്ങൾ ആർക്ക് വേണ്ടി ബലിയിട്ടുവോ ലോകാവസാന ദിവസം നിങ്ങൾ കണ്ണിൽ മുഖാമുഖം കാണുമെന്ന് അതിന്റെ തെളിവ്. ഇത് വെറും തോന്നലല്ല പ്രിയപ്പെട്ടെ. മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേക്കും. ആകിയാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ഇന്ന് നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞാൽ അവന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും.